മൈക്കോന്നി ചെങ്കളം പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ട് ഇടിഞ്ഞു വീണ് ഉണ്ടായ അപകടത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഒഡീഷ സ്വദേശികളായിട്ടുള്ള അജയ് റായ്, മഹാദേവ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ആരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ആൾക്കായി ഫയർ ആൻഡ് റെസ്ക്യൂ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംഭവ സ്ഥലത്ത് ഊർജിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ശശിനാരായണൻ വിവരങ്ങൾ നൽകും. ശശി, ആദ്യം ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി ദൃശ്യങ്ങൾ വ്യക്തമാണ്. എത്രമാത്രം ആഴമുള്ള പാറമടയാണ് എന്നുള്ളതൊക്കെ. ആദ്യം ഈ കുടുങ്ങിക്കിടന്ന ആളിൽ ഒരാളെ കണ്ടെത്തിയല്ലോ, രണ്ടാമനെ അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ ഈ റെസ്ക്യൂ ടീമിന്? ഹലോ ശശി, കേൾക്കാമോ? പറഞ്ഞോളൂ. അതായത് ഈ പാറമടയിൽ അപകടത്തിൽ ഒരു മരണം നമ്മൾ സ്ഥിരീകരിക്കുന്നു, പക്ഷെ ആരാണെന്ന് വ്യക്തമാവുന്നില്ല. രണ്ടാമനിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ റെസ്ക്യൂ ടീമിന്? എന്തായാലും ഈ അപകടത്തിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. അത് മണിക്കൂറുകളുടെ സമരമായിട്ടാണ് ഫയർഫോഴ്സ് ഈ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തെത്തി ഒരാളുടെ മൃതദേഹം വളരെ സാഹസികമായി തന്നെ കണ്ടെത്തിയെന്ന് വേണം പറയാൻ. കാരണം പാറ ഇടിഞ്ഞ് ഈ മൃതദേഹത്തിന്റെ മുകളിൽ കിടക്കുന്നത് അത് മാറ്റാൻ വലിയൊരു ശ്രമകരമായ ജോലിയായിരുന്നു. പിന്നീട് ഈ ഹിറ്റാച്ചി തന്നെ ഉപയോഗിച്ച് ആ പാറ പൊട്ടിച്ച് മാറ്റിയതിനു ശേഷമാണ് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആരാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നമ്മൾ നിൽക്കുന്ന പാറമട അടുത്താണ്, പക്ഷെ വലിയ വ്യാപ്തിയിലാണ് ഈ പാറമട ഉള്ളത്. അതിന്റെ ഒരു വിശദ വിവരങ്ങൾ കൂടി ഇനി ലഭിക്കണമെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു ഹിറ്റാച്ചി ഡ്രൈവറുടെ ആണോ സഹായിയുടെ ആണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ട. കണ്ടെടുത്ത മൃതദേഹം എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകാനുള്ളത്. അതേസമയം ഹിറ്റാച്ചിയിലെ ഉള്ളിൽ ഇനി ഒരു മൃതദേഹം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ മുകളിൽ വലിയ പാറക്കെട്ടുകൾ വീണ് ഹിറ്റാച്ചി പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. അത് പാറ മാറ്റണമെങ്കിൽ, മുകളിൽ കിടക്കുന്ന പാറ മാറ്റണമെങ്കിൽ വലിയ ശ്രമകരമായ ജോലിയാണ്. അത് എങ്ങനെ മാറ്റും എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയ ഫയർഫോഴ്സ് ആണ്, റവന്യൂ വകുപ്പാണ് ഉള്ളത്. എന്തായാലും NDRFന്റെ സംഘം 24 പേരടങ്ങുന്ന സംഘം തിരുവല്ലയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ പാറമടയിൽ ഈ ഇത്തരം ഒരു വലിയ സംഭവം ഉണ്ടായതിനു ശേഷം, ഇത് 2:30ക്കാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതിനു ശേഷം, അപകടം ഉണ്ടായതിനു ശേഷം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഫയർഫോഴ്സൊക്കെ ആ സമയത്ത് എത്തിയിരുന്നു. പക്ഷേ ഈ പാറമടയായതുകൊണ്ട് പിന്നെ വലിയ വ്യാപ്തിയിലുള്ള സ്ഥലമാണ് ഇത്. അവർ വന്ന് ഒരു തരത്തിലും രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത ദുർഘടമായ ഒരു സാഹചര്യത്തിലാണ് ഇവരുള്ളത്. എന്തായാലും ഈ ഒരാൾ മരണപ്പെട്ടതായിട്ട് ഇപ്പം നമുക്ക് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇതിനകത്ത് സഹായിയുടെയാണോ അതോ ഹിറ്റാച്ചി ഓപ്പറേറ്റർ ആണോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും ഒരാളുടെ മൃതദേഹം ഫയർഫോഴ്സ് കണ്ടെടുത്തിട്ടുണ്ട്. അത് മോർച്ചറിയിലേക്ക് ഇപ്പോൾ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറ്റു നടപടികളൊക്കെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. എന്തായാലും അത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട്. നമുക്ക് എന്തോ ഈ പറഞ്ഞ പോലെ ഈ പ്രദേശത്തിന്റെ ഒരു വലിയ ഏക്കർ കണക്കിന് വ്യാപ്തിയിലുള്ള ഒരു പാറമടയാണ് അത്. ആ പാറ പൊട്ടിച്ചുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നാട്ടുകാരുണ്ടെങ്കിൽ അശാസ്ത്രീയമായ ഒരു പാറ പൊട്ടിക്കൽ ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുമതി ഉണ്ടെങ്കിൽ തന്നെ ആ മാനദണ്ഡങ്ങളെല്ലാം പാടെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പാറ പൊട്ടിക്കൽ നടന്നു. അതാണ് ഈ ദുരന്തത്തിന് കാരണമെന്നും കൂടി നാട്ടുകാർ ആരോപിക്കുന്നത്. നമുക്ക് മനസ്സിലാവും, മേലിൽ ഈ പാറയുടെ മേൽവശം മണ്ണ് ഉള്ള ഭാഗമാണ്. അതുകൊണ്ട് ആ മണ്ണും പാറയും ഇടിഞ്ഞാണ് ഈ താഴെ പൊട്ടിച്ച പാറ മാറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളുടെ ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് കടന്നു വീണത്. അത്തരത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം എന്ന പോലെ തന്നെ ഒരു പ്രദേശമാണ്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ പാറമടത്തെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരുന്നു. പിന്നീട് അവർക്ക് ആ കോവിഡ് കാലത്ത് നിർത്തിവെച്ചതിന്റെ ആനുകൂല്യത്തിന്റെ ഭാഗമായി അനുമതി നൽകി. ആ അനുമതിയുടെ പുറത്താണ് പാറ ഇത്തരത്തിൽ പൊട്ടിക്കാനുള്ള പരിപാടിയിലേക്ക് ഇത്തരത്തിൽ ഈ നടന്നെന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് ജീവനക്കാരിൽ നിന്നൊക്കെ ഒക്കെ മനസ്സിലാക്കാൻ അറിയുന്നത്. പക്ഷേ ആ മാനദണ്ഡങ്ങൾ അന്നേരം ഒരു നിർദ്ദേശം നൽകിയിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ പാറ പൊട്ടിക്കാവൂ എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ അതെല്ലാം കാറ്റിപ്പറത്തിയാണെന്നുള്ള കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളതാണ് നമുക്കറിയാൻ. അത്തരത്തിൽ നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും ജിയോളജി വകുപ്പാണ് അത്തരം കാര്യങ്ങൾ കണ്ടെത്തി കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്തായാലും ഒരാളുടെ മൃതദേഹം ഈ അപകടത്തിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുക്കാനുള്ളത്. പാറ ഹിറ്റാച്ചിയുടെ ഉള്ളിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്ന സാഹചര്യമാണ്. അതിനകത്ത് ഈ പാറ മാറ്റി ശ്രമകരമായ ഏത് തരത്തിൽ മാറ്റുമെന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. അതിന് NDRF വന്നാൽ പോലും ഇതെങ്ങനെ മാറ്റുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. അവിടെ എത്തിപ്പെടാൻ വലിയ പാടാണ്. ക്രെയിൻ ഉപയോഗിച്ച് ആദ്യം ഒരു ശ്രമം ക്രെയിൻ ഉപയോഗിച്ച് ഈ ഹിറ്റാച്ചിയുടെ മുകളിൽ ഇറങ്ങി ഇത് പാറ മാറ്റാമെന്നൊരു ശ്രമം നടത്തിയെങ്കിലും അത് പിന്നീട് നടക്കാൻ ചെയ്യാൻ കഴിയത്തില്ല എന്നൊരു തീരുമാനം കൂടി ആദ്യം ഉണ്ടായി. അതൊരു അപകടത്തിന് കാരണമാവും. ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഒരാൾ ഇറങ്ങിയാലും ഒരുപക്ഷെ ഹിറ്റാച്ചിയുടെ മണ്ടയിൽ വലിയ കൂറ്റം പാറകൾ മാറ്റാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശം വന്നുകൂടി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം NDRF സംഘം ഇവിടെ അല്പസമയത്തിന് എത്തിച്ചേർന്നതിന് ശേഷം ഏത് തരത്തിൽ ഈ ഹിറ്റാച്ചിയിലേക്ക് മുകളിൽ കിടക്കുന്ന പാറ മാറ്റിയിട്ട് ഈ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന തൊഴിലാളിയെ എങ്ങനെ പുറത്തെടുക്കാമെന്നുള്ള കാര്യമാണ് ജീവനക്കാരും റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും
ഒപ്പം ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം മേഖല ഉച്ച മുതൽ ഇത്തരത്തിലൊരു ശ്രമത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരാൾ മരിച്ചതായി നമുക്ക് ഭൗതികമായി അറിയിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ മൃതദേഹം അത് പുറത്തെടുത്തിട്ടുണ്ട്. വലിയ ജോലി ബുദ്ധിമുട്ടിയതിനു ശേഷമാണ് ആ മൃതദേഹം പുറത്തെടുത്തത്. ഫയർഫോഴ്സ് വളരെ ശ്രമകരമായി ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് തന്നെ പാറ പൊട്ടിച്ച് അവിടെ എത്തി. അപ്പൊ വലിയ കല്ലുകൾ ഹിറ്റാച്ചിയുടെ ബക്കറ്റ് കൊണ്ട് മാറ്റിയതിനു ശേഷമാണ് ഈ മൃതദേഹം എടുത്തത്. ആ മൃതദേഹം പകുതി ഉള്ള ഒരു അവസ്ഥയാണെന്നാണ് നമുക്കത്, പക്ഷെ കൃത്യമായി അറിയില്ല. അത് ഇനിയും അത് എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തത ഇനിയും വരാണ്ട്. ഈ അപകടം എങ്ങനെ നടന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് മാനേജർ പറയുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം പട്ടണത്തിന് ശേഷം ഇവർ ജോലിക്ക് അവിടെ എത്തി. ജോലിക്ക് എത്തിയതിനു ശേഷം ഹിറ്റാച്ചി ആദ്യം ബ്ലാസ്റ്റിംഗ് നടന്നു. ബ്ലാസ്റ്റിംഗിന് ശേഷം പാറ മാറ്റുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ബീഹാർ സ്വദേശിയായ ഡ്രൈവർ അജയ് റായിയും സഹായിയായ ഒഡീഷ സ്വദേശി മഹാദേവ്, രണ്ടുപേരാണ് ഉണ്ടായിരുന്നാണ് ഈ പാറമടയിലെ മാനേജർ നമ്മളോട് പറയുന്നത്. ആ രണ്ടുപേരും ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം ബ്ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പൊട്ടിച്ച പാറ അവിടുന്ന് മാറ്റുന്ന ജോലിയിൽ നിൽക്കുന്ന സമയത്താണ് മേലിൽ നിന്ന് ഊറ്റം പാറക്കെട്ടുകൾ അടന്ന് വീണ് ഈ ഹിറ്റാച്ചിയുടെ മുകളിൽ പതിക്കുന്നതെന്നാണ് പോലീസിനോടൊക്കെ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും വിശദമായ കാര്യങ്ങൾ പോലീസും എല്ലാം ഈ പാറമട ഉടമയോട് ടോമിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ദാരുണമായ അന്ത്യം 2 തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക്. ഈ രണ്ടുപേർ മാത്രമാണോ അവിടെ ആ സമയത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ ആ പാറ വീണയിടത്ത്? നിലവിൽ 2 പേര് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാറമട ഉടമയും ഒപ്പം മാനേജരും പറഞ്ഞ 2 പേരാണ്. ഹിറ്റാച്ചി ഡ്രൈവറും ഒപ്പം ഓപ്പറേറ്ററും ഒപ്പം സഹായി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരാളുടെ ഹിറ്റാച്ചിയുടെ പുറത്തുള്ള ഈ പാറ കൂനകളെല്ലാം മാറ്റി പുറത്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ്. മണിക്കൂറുകൾ കൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം നടത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ട്. പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഇപ്പോൾ ഉള്ളത്. നാട്ടുകാർ തന്നെ പലപ്പോഴും പരാതിപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പാറമടയെ പറ്റി. നമുക്ക് അതിലേക്ക് ഇന്ന് പോയ ശേഷം ശശിധരനിലേക്ക് മടങ്ങിയത്. ഒരു ഘടനയുണ്ട് ഗവൺമെന്റിന്. അത് 40 അങ്കി 40 പാസ്സാണ്. പക്ഷെ അങ്ങനെയല്ല, 40ന്റെ മറവിൽ ധാരാളം പാറ കയറ്റി അയക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ ധാരാളം, ഈ വാർഡിൽ തന്നെ ഒറ്റ ധാരാളം മടകൾ ഉള്ളത് കൊണ്ട് ഏത് വണ്ടിയുടെയാണ് ഏത് മടയിൽ നിന്നാണ് പോകുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ എല്ലാ രേഖകളും കൊണ്ടുവരുമ്പോൾ പഞ്ചായത്തിനടക്കം ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ അതിനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രാദേശികമായിട്ടുള്ള ആളുകളാണ്. ഇപ്പം താമസിക്കുന്ന കുറേ അധികം ആളുകൾ, ഞങ്ങൾ തൊട്ട് താഴെയാണ് എൻ്റെ വീട്, അവിടെ താമസിക്കുന്ന ആളുകൾ വളരെ ഭീതിയോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇവിടുന്ന് തുറന്നു വിടുന്ന വെള്ളം മാത്രമല്ല, മറ്റ് ഏത് നിമിഷവും ഇവിടുന്നൊരു ഭീകരമായ ഒലിച്ചിറക്കം, കവളപ്പാറ പോലുള്ള ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് പോലുള്ള ഭീതിയിലാണ് ഞങ്ങളൊക്കെ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് ശശിനാരായണൻ, ആ ഒരു ഭീതി. കാരണം അത്രമാത്രം വലിയൊരു പ്രദേശത്ത് അത് ലോഡുകളുടെ എണ്ണമൊക്കെ തിട്ടപ്പെടുത്തിയതാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ലോഡുകൾ കയറ്റി പോകുന്നു എന്നുള്ള പരാതി ആ പ്രദേശവാസി തൊട്ട് താഴെ താമസിക്കുന്നതാണല്ലോ പറയുന്നത്, അവർ തന്നെ ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു അനധികൃതമായിട്ടുള്ളൊരു ഖനനം അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലാണ് നാട്ടുകാരെല്ലാം ഇത് സമാനമായ രീതിയിൽ പരാതിയാണ് ഉന്നയിക്കുന്നത്. ഈ പാറമട 40 ലോഡ് പാറ കയറ്റിവിടാനുള്ള അനുമതിയാണുള്ളത്. പക്ഷേ അതിന്റെ മറവിൽ നിരവധി ലോഡുകൾ, 100 കണക്കിന് ലോഡുകൾ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അത്തരം സഹായത്തോടെ പുറത്തു പോകുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അത് ശരിവെക്കുന്ന വിധത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ പാറമടയിൽ സ്വാഭാവികമായും വലിയ വ്യാപ്തിയിലാണ്, കിലോമീറ്ററുകൾ ചുറ്റളവുള്ളൊരു പാറമടയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശാസ്ത്രീയ വശങ്ങളെല്ലാം ലംഘിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ. സാധാരണ തട്ടുതട്ടുകളായി ബെഞ്ച് തട്ടുതട്ടുകളെ തിരിച്ചു വേണം പാറ പൊട്ടിക്കുക എന്നുള്ള നിർദ്ദേശം കൂടിയുണ്ട്. പക്ഷെ അതിനെല്ലാം കാറ്റിപ്പറത്തി വലിയ ഉയരത്തിൽ, അതായത് വലിയ ആഴത്തിൽ 100-300 മീറ്റർ ആഴത്തിലാണ് ഈ പാറ പൊട്ടിച്ചു മറിയുക. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് ജിയോളജി വകുപ്പ് നിർദ്ദേശിച്ചത്. കാരണം ഒരു 5 അടി വ്യത്യാസത്തിൽ ബെഞ്ച് പോലെ പണിഞ്ഞിട്ട് വെച്ചിട്ടാണ് പാറ പൊട്ടിക്കുന്നതാണ് അവരുടെ നിർദ്ദേശമുള്ളത്. പക്ഷേ ഇത് അത്തരത്തിൽ കാര്യങ്ങളൊന്നും തന്നെയില്ല. കോവിഡ് കാലത്ത് ഈ പാറമട പ്രവർത്തനം നിർത്തിവെച്ചായിരുന്നു. അന്ന് അത്തരമൊരു ഉത്തരവ് നൽകിയിരുന്നു. പിന്നീട് ആ കോവിഡ് കാലത്ത് നിർത്തിവെച്ചതിന്റെ നഷ്ടത്തിന് വേണ്ടിയാണ് പിന്നീട് ആ പാറമടയ്ക്ക് വേണ്ടിയുള്ള അനുമതി റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ചത്. ആ റവന്യൂ വകുപ്പ് നൽകുമ്പോഴും ജിയോളജി വകുപ്പും ഇക്കാര്യത്തിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു. എങ്ങനെയാണ് പാറ പൊട്ടിക്കുന്നത്, എവിടേക്ക് പൊട്ടിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഈ ഉടമയോട് നിർദ്ദേശിച്ചത്. പക്ഷേ അത്തരം കാര്യങ്ങളെല്ലാം ലംഘിച്ചിട്ടുണ്ടെന്നാണ് ഈ നാട്ടുകാരും നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതിന് ജിയോളജി വകുപ്പ് ആണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും അശാസ്ത്രീയമായ ഒരു പാറ പൊട്ടിക്കൽ നടന്നത്. അതുകൊണ്ടാണ് മേലിൽ നിന്നും ഈ പരിസ്ഥിതി ലോല പ്രദേശം എന്ന പോലെ തന്നെ ഒരു മേഖലയാണ് ഇവിടെ. മേലിൽ മണ്ണിന്റെ ഭാഗത്തു നിന്നും പാറ പൊട്ടി താഴെ പ്രകമ്പനം ഉണ്ടാകുമ്പോൾ മേലിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ
ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് ആഴത്തിൽ വലിയ പാറക്കല്ലുകളും മണ്ണും വന്ന് പതിക്കുന്ന സാഹചര്യം. ഹിറ്റാച്ചി പൂർണ്ണമായി ഇല്ലാത്ത, നമുക്കത് കണ്ട് വലിയ ഹിറ്റാച്ചിയാണ്, പക്ഷെ അത് കണ്ടാൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ, ദൂരെ നോക്കുമ്പോൾ ദൃശ്യങ്ങൾ കാണാൻ. എന്തായാലും അവിടെ അടുത്ത് നമുക്ക് പോകാൻ കഴിയില്ല, വലിയ ചുറ്റളവിലുള്ള പാറമടയാണ്. എല്ലാവരും ഇതിന് ചുറ്റും കമ്പിവേലയിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ആളുകൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ഫയർഫോഴ്സിനോ പോലീസിനോ അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവിടെ ചെന്ന് വലിയ കൂറ്റൻ പാറക്കല്ലുകൾ കൈകൊണ്ട് മാറ്റാൻ കഴിയാത്ത സാഹചര്യം. യന്ത്ര സാമഗ്രികൾ അവിടെ എത്തിക്കാനും കഴിയുന്നില്ല. ഇതാണ് ഇതിന്റെ വെല്ലുവിളിയായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ NDRF സംഘം വന്നാൽ എന്താണെന്നുള്ള കാര്യം പിന്നെയും ആലോചിക്ക രീതിയിൽ ഈ കൂറ്റൻ പാറക്കല്ല് കെട്ട് ഈ വലിയ കുഴിക്കകത്തിറങ്ങി വലിയ പാറയുടെ ഈ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് ഇറങ്ങി നിന്ന്, അതിലൊപ്പം അവിടെ നിന്ന് ഇറങ്ങി നിന്ന് ഈ പാറ ഈ യന്ത്രസാമഗ്രി വെച്ച് നീക്കം ചെയ്താലും മേളിൽ നിന്നും പാറ ആ സമയത്ത് ഇടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. അത് അത്തരത്തിൽ പാറ മേളിൽ ഇടിഞ്ഞ് ഒരു ബലമില്ലാത്ത അവസ്ഥയിൽ മേളിൽ അത്തരത്തിലൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് താഴെ നിന്ന് ഇത് മാറ്റുന്നതിനും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കോ മറ്റു ആളുകൾക്കോ കഴിയുന്നില്ല എന്നൊരു വസ്തു കൂടിയുണ്ട്. അതുകൊണ്ട് NDRF വന്നാൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥ ഇതിനകത്ത് നിലവിലുണ്ട്. അതാണ് എന്തായാലും വലിയ പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ കൂടി ഇനിയും നമുക്ക് വീണ്ടെടുക്കാനുണ്ട്. ആ പാറമട അപകടത്തിൽ പാറ വീണ് ഹിറ്റാച്ചിയുടെ മുകളിൽ കൂറ്റൻ പാറക്കഷ്ണങ്ങൾ വന്ന് വീഴുകയായിരുന്നു. ഒരാളുടെ മൃതദേഹം പുറത്തെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇനിയും ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അത് അത്ര എളുപ്പമാകില്ല എന്നാണ് ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ട കോന്നിയിൽ.